അങ്ങനെ അർജുനും അതേപോലെ തന്നെ ശ്രീതുവും ശരണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരണി ചോദിക്കുന്നുണ്ട് ഋഷിയായിട്ടുള്ള പ്രശ്നമെല്ലാം കോംപ്രമൈസ് ചെയ്തോന്ന്. ഞാനും ഋഷിയും സംസാരിച്ചു, എല്ലാം കോംപ്രമൈസ് ആക്കിയെന്ന് ശരണിയോട് പറയുന്നുണ്ട്. പ്രശ്നത്തിനെല്ലാം കാരണക്കാരി നോറയാണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിവരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ കാര്യം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ സമയത്ത് അവർ വിചാരിക്കും നമ്മൾ അവരുടെ കുറ്റം പറയുന്നതാണെന്ന് എഴുതിയിട്ട് ഇവിടെ നിന്ന് പറയണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അൻസിബ വരുന്നത്. ആ സമയത്ത് നമ്മുടെ അർജുൻ വേറെ ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അൻസിബ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അപ്പോൾ ഇതായിരുന്നു പരിപാടി, ഞാൻ വരുന്നത് വരെ ഹാ ഹൂ എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിഷയം മാറ്റിയതല്ലേ, അപ്പോൾ ഇവനാണല്ലേ നിനക്കിതൊക്കെ പഠിപ്പിച്ചതെന്ന് ശ്രീധുവിനോട് ശരണ്യ ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നോറേൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, 2-3 ദിവസം മുമ്പ് നോറ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋഷിയുമായി സംസാരിച്ചു, എല്ലാം ക്ലിയറായി, നിന്നെ ഞാൻ ശരിയാക്കി തരാം, എല്ലാം ക്ലിയറായി എനിക്കെന്നൊക്കെ അന്ന് എന്നോട് വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും പിന്നെ നോറയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നോറേൻ്റെ ടാർഗറ്റ് എന്തായാലും അർജുൻ തന്നെയാണ്. 2-3 ദിവസമായി ഏത് കാര്യത്തിനും നമ്മുടെ അർജുൻ്റെ പേരാണ് നോറ പറയുന്നത് കേൾക്കുന്നത്.